ഇന്ന് നമുക്ക് ശ്രീലങ്കൻ സ്പെഷ്യൽ ചിക്കൻ കറി ആയാലോ. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് വറ്റൽമുളക്, കുറച്ച് പട്ട, 1 ടീസ്പൂൺ പെപ്പർ, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, കുറച്ച് ഗ്രാമ്പു, 2 ഏലക്കായ, പിന്നെ ചെറിയ ജീരകം, കുറച്ച് മല്ലി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് നല്ലോണം ഫൈൻ പൗഡറാക്കി പൊടിച്ച് മാറ്റിയെടുക്കുക. ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പുളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നേരത്തെ വറുത്ത് വെച്ച പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ മാറിയ ശേഷം ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കറി നല്ലോണം ഡ്രൈ ആയ ശേഷം 1 ടേബിൾ സ്പൂൺ പെപ്പറും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ശ്രീലങ്കൻ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയായി.